السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الكريم وعلى آله وصحابه أجمعين أما بعد. ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവ ജീവജാലങ്ങളും അവയുടെ എല്ലാ നിയന്ത്രണങ്ങളും അവയ്ക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവയ്ക്കാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഏറ്റെടുത്തിട്ടുള്ളവനാണ് അവയുടെ എല്ലാം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജീവി ആ ജീവിക്ക് ഭൂമിയിലടിയിലാണോ താമസിക്കുന്നത്, വെള്ളത്തിലാണോ താമസിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണോ എവിടെയാണെന്ന് തീരുമാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിൻ്റെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ അതിനുവേണ്ട സംവിധാനങ്ങളും ഒരുക്കി വച്ചിട്ടുള്ളവനാണ്. ലോകമിന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകത്ത് ഒന്നിൻ്റെ കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടെ വേണ്ടതെല്ലാം വേണ്ട അളവിൽ കൃത്യമായി സജ്ജീകരിച്ചിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയെ മനുഷ്യന് വസിക്കാൻ യോഗ്യമായ തരത്തിൽ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ അവന് കഴിഞ്ഞുകൂടേണ്ട ആവശ്യത്തിനുള്ള അന്നം ലഭിക്കുന്ന മാർഗങ്ങളെ ഉണ്ടാക്കിയവനാണ് അല്ലാഹു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ ഉടനെ വഖദ്ദറ ഫീഹാ ഖവാതഹ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് തനിക്ക് ആവശ്യമുള്ളത് ഈ ഭൂമിയിൽ സൃഷ്ടിക്കാതെയാണല്ലോ എൻ്റെ സൃഷ്ടാവ് ഈ ഭൂമുഖത്തേക്ക് എന്നെ അയച്ചത് എന്ന് പരിഭവിക്കാൻ ഒരു പഴുതും അല്ലാഹു കൊടുത്തിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇലാ അലല്ലാഹി റിസ്ഖഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൽ മുബീൻ. ഈ ഭൂമിയിൽ ഏതൊരു ജീവജാലങ്ങളുണ്ടോ അവയുടെ എല്ലാ ഉപജീവന മാർഗം കൃത്യമായി തന്നെ അവൻ്റെ ബാധ്യതയായി അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യനാകട്ടെ മറ്റേതെങ്കിലും ജന്തുജാലങ്ങളാകട്ടെ പട്ടിണി കിടന്നു മരിക്കേണ്ട ഒരവസ്ഥ ഇവിടെയില്ല. ഏതു നിലയ്ക്ക് അല്ലാഹു ഈ ലോകത്ത് മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവയ്ക്ക് വായ നൽകിയ വയറു നൽകിയ അല്ലാഹു അവരുടെ വായയിൽ നിന്നും വയറിലേക്ക് ഇറക്കേണ്ട സംവിധാനങ്ങൾ ഒരുക്കാതെയാണല്ലോ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന ആക്ഷേപം പറയത്തക്ക നിലയ്ക്ക് ഒരു കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടേക്ക് ആവശ്യമായ മുഴുവനും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഭൂമിയിൽ നിറച്ചു വച്ചേക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്തു ചെയ്യണം? തൻ്റെ നാഥൻ തനിക്ക് അളന്ന് കണക്കാക്കി അനുഗ്രഹം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. തനിക്ക് നേടാൻ കഴിയുന്ന സമ്പത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ വെപ്രാളപ്പെടരുത്. അവൻ അതെല്ലാം ഒരുക്കി വെച്ച നാഥനിൽ ഭാരമേൽപ്പിക്കുകയാണ് വേണ്ടത്. ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ വെപ്രാളപ്പെടുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, എനിക്ക് കണക്കാക്കി അനുഗ്രഹം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. അവനിൽ ഭാരമേൽപ്പിക്കുന്നവർക്കൊരു പ്രശ്നവുമില്ല. ആരല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹു തന്നെ മതി. തവക്കുലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന് അനുവദിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ ഓരോ കാര്യത്തിനും വേണ്ടി അധ്വാനിക്കണം. അതിനുശേഷം അവൻ അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കണം. അങ്ങനെ ഭാരമേൽപ്പിച്ചാൽ അല്ലാഹു അവന് അനുവദിച്ചിട്ടുള്ള ആ സൗഭാഗ്യം അല്ലാഹു അവന് നൽകുക തന്നെ ചെയ്യും. പ്രായോഗിക ജീവിതത്തിൽ തന്നെ ഇസ്ലാമികമായ നിഷിദ്ധങ്ങൾ അല്ലാഹു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നൽകിയതാണെന്ന് രണ്ട് സംഗതികളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇസ്ലാമിൽ മദ്യം നിരോധിച്ചു എന്നതാണ്. സാധാരണ ഇസ്ലാമേതര പരിസരത്തിൽ മദ്യമില്ലാതെയുള്ള ആഘോഷത്തെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. പക്ഷേ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്? ഹലാലിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതം എങ്ങനെ ആസ്വദിക്കണമെന്ന് മുസ്ലിം സമൂഹം ആലോചിച്ചതിൻ്റെ ഫലമായി
വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ മുസ്ലിങ്ങളുണ്ട്. അവർ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഹലാലിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മറ്റാഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും അവരുടെ ജീവിതം ആസ്വാദ്യകരമാക്കി. ഇനി രണ്ടാമതായി പറയുകയാണെങ്കിൽ ഇസ്ലാം പലിശ നിരോധിച്ചു എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വയം പണം ഉണ്ടാക്കുകയില്ല, അധ്വാനവും കൂടി ചേർത്തിട്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. മുസ്ലിമേതര പരിസരത്ത് നിന്നുകൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരമുസ്ലിം പരിസരത്ത് നിന്നുകൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിഡ്ഢികളായ സമൂഹമുണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അതുകൊണ്ടെന്താണ് സംഭവിച്ചത്? കയ്യിൽ പണം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത് നഷ്ടമാണ്. സ്വാഭാവികമായും മുസ്ലിങ്ങൾ അധിക പേരും ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പലിശ അള്ളാഹു ഹറാമാക്കിയത് കൊണ്ട് പണത്തെ മുസ്ലിങ്ങൾ കച്ചവടത്തിലേക്കിടും. കച്ചവടത്തിൽ പണമിടാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് റിസ്ക് എടുക്കൽ ആണ്. നമ്മുടെ സമൂഹത്തിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാകും, അത് ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൻ്റെ അളവും അതിൽ വരുന്ന നഷ്ടങ്ങളും വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കേണ്ടത് മുസ്ലിം സമുദായത്തിലായിരുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യകൾ വളരെ കുറവാണ്. കാരണം ഈമാൻ കാര്യത്തിൽ ആറാമതായവൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹൈറും ഷറും അല്ലാഹുവിൽ നിന്നാണെന്ന്. മാത്രമല്ല ആത്മഹത്യ വലിയ പാപങ്ങളിലൊന്നാണെന്ന്. മുസ്ലിങ്ങൾ സാധാരണഗതിയിൽ പണം പലിശയ്ക്ക് കൊടുക്കാറില്ല, അതിലൂടെ പണം സമ്പാദിക്കാറില്ല. പക്ഷേ വളരെ അത്യാവശ്യമായ ഘട്ടത്തിലല്ലാതെ തന്നെ പല ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും പണം പലിശയ്ക്ക് എടുക്കാറുണ്ട്. അവിടെയാണ് നമ്മുടെ സമുദായത്തിന് പിഴവ് പറ്റിയത്. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഭക്ഷ്യക്ഷാമം വരുന്നു, കാർഷിക ഉൽപ്പന്നങ്ങളിൽ കുറവ് വരുന്നു, അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കയറ്റമുണ്ടാകുന്നു. കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്തിലെ സർക്കാരുകൾ പോലും കോടിക്കണക്കിന് രൂപ പലിശയ്ക്ക് എടുക്കുകയും വൻ കടക്കെണിയിൽ അകപ്പെടുകയും ചെയ്യുന്നു. വൻകിട രാഷ്ട്രങ്ങൾ പോലും പ്രതിസന്ധിയിലാകുന്നു. ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഇസ്ലാം അരുതെന്ന് പറഞ്ഞ പലിശയെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറയായി മനുഷ്യൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ മുസ്ലിം സമൂഹം അത് ഉൾക്കൊണ്ടിട്ടില്ലല്ലോ. സാധാരണക്കാരാണെങ്കിലും പണക്കാരനാണെങ്കിലും ഏതൊരു പ്രശ്നത്തിനും അവൻ ആശ്രയിക്കുന്നത് ബാങ്കിനെയാണ്. ഒരു വ്യക്തിക്ക് വീട് വയ്ക്കണമെങ്കിൽ അവനൊരു പ്രയാസവും തോന്നുന്നില്ല. കാരണം ഹൗസിംഗ് ലോൺ തരാൻ ബാങ്കുണ്ടല്ലോ. വാഹനമില്ലാത്തവന് വാഹനം വാങ്ങാനും ഒരു പ്രയാസവും നേരിടേണ്ടി വരുന്നില്ല. എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ബാങ്കുണ്ടല്ലോ. അതുപോലെ തന്നെ ഉള്ള വാഹനം ആഡംബരം പോരാ, ഒന്ന് പുതുക്കണമെന്ന് തോന്നിയവനും ഒരു പ്രയാസവും തോന്നുന്നില്ല. എന്തിന് വിഷമിക്കണം? ബാങ്കുകാർ പിന്നാലെ നടക്കുകയില്ലേ? വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നവർ സ്വന്തം കയ്യിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും ഇറക്കാതെ തന്നെ കോടികളുടെ വലിയ വലിയ പദ്ധതികൾക്ക് അവൻ സ്വപ്നം കണ്ടു. അവൻ്റെ കയ്യിൽ പണമുണ്ടായിട്ടല്ല, ആരാൻ്റെ കയ്യിലെ പണം അത് ഡെപ്പോസിറ്റായി ബാങ്കിൽ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. ഇങ്ങനെ ആരുടെയോ പണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് അവനവനെ അധ്വാനിക്കാതെ പണമുണ്ടാക്കുന്ന അവസ്ഥയിൽ പലിശയിൽ അനുസൃതമായ ഒരു സാമ്പത്തിക ക്രമം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി. അങ്ങനെ വ്യാപകമായാൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികളെ നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് അറിയിപ്പ് നൽകിയിട്ട് അള്ളാഹു ഒരു താക്കീത് നൽകി. ഫഇല്ലം തഫ്അലൂ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. പലിശയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ അള്ളാഹുവും റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ആരൊക്കെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? വമാ യഅലമു ജുനൂദ റബ്ബിക ഇലാഹു. അള്ളാഹു അല്ലാതെ അവൻ്റെ സൈന്യങ്ങളെ സംബന്ധിച്ചറിയില്ല. ഏതൊരു രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മിലേക്ക് വരുന്നതെന്ന് നമുക്കറിയില്ല. യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ കടുത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പ്രഖ്യാപിച്ച പോരാട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച പോരാട്ടമാണ്. ആരോടാണ് നാം യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിനോടോ? എത്രയെത്ര വലിയ ആളുകളാണ് അള്ളാഹുവിനോട് യുദ്ധം ചെയ്ത് തകർന്നു പോയത്. അള്ളാഹുവിൻ്റെ പരീക്ഷണമായ കൊറോണ വന്നപ്പോൾ നാം കണ്ടതല്ലേ? ലോൺ എടുത്ത ആളുകൾ അത് തിരിച്ചടയ്ക്കാനാകാതെ എത്രത്തോളം വിഷമിച്ചു എന്ന്. പലിശയുമായിട്ടാണ് എല്ലാ ബന്ധവുമെങ്കിൽ അവർ അള്ളാഹുവിനോട് യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളുക. ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്തിനും ഏതിനും ബാങ്കുണ്ടല്ലോ. അങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ സമുദായത്തിലെ ആളുകൾ ലോൺ എടുത്തു. ധൂർത്തു കാണിക്കാൻ വേണ്ടി, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി,
തൻ്റെ പോക്കറ്റിൽ ചില്ലിക്കാശില്ലെങ്കിലും ബാങ്കുണ്ടല്ലോ എന്ന് കണ്ടിട്ട് ലോൺ എടുത്തിട്ട് അത് വീട്ടാൻ കഴിയാതെ പാപ്പരായിട്ട് ചെറിയവരായാലും വലിയവരായാലും എന്ന് ചക്രശ്വാസം വലിക്കുന്നൊരവസ്ഥ വരുന്നു. എന്താണ് കാരണം? അവർ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്, യുദ്ധം ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഏത് നിലയ്ക്കാണ്? ലോകത്ത് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതെന്ന് ഇനിയും നാം കാത്തിരുന്ന് കാണേണ്ടതാണ്. അള്ളാഹു പറയുന്നു, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാതി വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. പലിശ അള്ളാഹു തുടച്ചു നീക്കുന്നതാണ്. അതേ അവസരത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കാണ് പുരോഗതിയുള്ളത്. ദാനധർമ്മങ്ങളെ അവൻ വളർത്തുകയും ചെയ്യുന്നു. പലിശയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നാം സ്വയം തീരുമാനമെടുക്കുക. അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം പണം കടം വാങ്ങുക. ഭാവിയിൽ പണം ലഭിക്കുമെന്ന് വിചാരിച്ച് അനാവശ്യമായി പണം കടം വാങ്ങാതിരിക്കുക. പലിശയിൽ നിന്ന് ഏറ്റവും നിസ്സാരമായതുപോലും നാം പറയാൻ പോലും അറയ്ക്കുന്ന തരത്തിലുള്ള വിചാരത്തിന് തുല്യമാണ്. അത് നമ്മുടെ മാതാവിനെ വിഭജിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണ്? പലിശയുമായി ബന്ധപ്പെടുന്നവർക്ക് ഈ ലോകത്ത് അല്ലാഹു നൽകുന്ന ശിക്ഷ കൂടാതെ പരലോകത്ത് കഠോരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. നാളെ മഹ്ശറയിൽ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ വിചാരണയ്ക്കെത്തുക വീർത്ത വയറുമായി വളരെയധികം വികൃതമായ രൂപത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി. അനിവാര്യമായ സാഹചര്യത്തിലല്ലാതെ ഞാൻ ലോൺ എടുക്കില്ല, അനിവാര്യമായ സാഹചര്യത്തിലല്ലാതെ ഞാൻ സ്വർണം പണയം വയ്ക്കില്ല. ഇവിടെ അനിവാര്യമായ സാഹചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമാണ്, നമ്മുടെ വരുമാനം പൂർണ്ണമായി നിലച്ചു പോകുന്ന സാഹചര്യമാണ്, നമുക്ക് തലചായ്ക്കാൻ ഒരു സ്ഥലവുമില്ലാത്ത സാഹചര്യമാണ്, നമുക്ക് തലചായ്ക്കാൻ ഒരു വാടക വീട് പോലുമില്ലാത്ത സാഹചര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഇന്നത്തെ കാലത്ത് ആർക്കാണുള്ളത്? ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ലോൺ എടുക്കുന്ന സമൂഹം. എന്നിട്ട് അവസാനം അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴാണ്? കുറേയധികം പ്രായമായിട്ടും ഹജ്ജിന് പോയിട്ടില്ല. അപ്പോൾ പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുകയാണ്. എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കടമുണ്ട്, വാഹനം ലോൺ എടുത്തതിൻ്റെ കടമുണ്ട്, വീട് ലോൺ എടുത്തതിൻ്റെ കടമുണ്ട്, കടങ്ങളുണ്ടെങ്കിൽ ഹജ്ജിന് പോകണ്ടല്ലോ. അപ്പോൾ അവർ ആശ്വസിക്കുകയാണ്, എനിക്ക് കടമുണ്ടായിട്ടല്ലേ ഞാൻ ഹജ്ജിന് പോകാത്തത് എന്ന്. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാനാകുമോ? നിരോധിച്ച മാർഗത്തിൽ സമ്പത്തിനെ ആഗ്രഹിച്ചപ്പോൾ പരലോകത്ത് പടച്ച തമ്പുരാൻ നൽകുമെന്ന് പറഞ്ഞ കഠോരമായ ശിക്ഷയ്ക്ക് മുമ്പ് ഭൗതിക ലോകത്ത് തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന ശിക്ഷയാണ്. ആഗോളാടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ന്യായമായ മാർഗത്തിലൂടെ അധ്വാനിച്ച് പരിശ്രമിച്ചവരവർക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതൽ കിട്ടണമെന്ന ആർത്തിയോടുകൂടി ഇസ്ലാം നിരോധിച്ച മാർഗങ്ങളെ കൂട്ടുപിടിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞ മുന്നറിയിപ്പിൻ്റെ മുന്നോടിയായി ലോകത്തു പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്പത്തിൽ ബോധപൂർവം ഹറാമായ സമ്പത്തില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ടാകണം. എങ്കിലേ നമ്മുടെ ആരാധനകൾ സ്വീകരിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനും സ്വർഗം ലഭിക്കുവാനും മക്കൾ പോലും നന്നാവാനും കാരണമായി തീരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം പൂർണ്ണമായും പലിശയെ മാറ്റി നിർത്തിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം അവരുടെ ജീവിതത്തിൻ്റെ വരുമാനം തന്നെ പലിശയായിരിക്കും. മൂന്നാമതൊരു വിഭാഗം പലിശയെ നിസാരമായി കണ്ട് അതിലെഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അഥവാ പലിശയ്ക്ക് പണമെടുത്തുകൊണ്ട് അതിലെഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. ഇതിൽ മൂന്നാമത്തെ വിഭാഗമാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗവുമുള്ളത്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ ശ്രമിച്ചാൽ അയാളുടെ പ്രയാസകരമായ സമയത്ത് അള്ളാഹു അയാളിൽ ഇടപെട്ടുകൊണ്ട് അയാളുടെ പ്രയാസം മാറ്റിക്കൊടുക്കും. പലിശയുമായി ബന്ധപ്പെടുന്നവരോട് എന്തിനാണ് നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ട് കാരണമാണെന്നവർ മറുപടി പറയും. എന്നാൽ അള്ളാഹുവിൻ്റെ വാക്ക്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിന്നാൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അള്ളാഹു അതിലിടപെടുമെന്നാണ്. എവിടെ നിന്നാണെന്നറിയാത്ത രൂപത്തിൽ അവനാവശ്യമുള്ളത് അള്ളാഹു നൽകും. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിൻ്റെ നേർവിപരീതമാണ് പലിശ.
എന്താണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്? മനുഷ്യനെ സ്നേഹിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, അവരെ സഹായിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ കൂടെ നിൽക്കണം. എല്ലാത്തിനും സ്വർഗമുണ്ട്. ദുനിയാവിൽ പലിശയിൽ നിന്ന് അകന്ന് തഖ്വയോടുകൂടി ജീവിക്കുന്നവരുടെ കാര്യത്തിൽ അള്ളാഹു ഇടപെടുകയും ചെയ്യും. ഇതിൻ്റെ നേർവിപരീതമാണ് പലിശ. എന്താണ് പലിശ? ഒരാളെ സമ്പത്തിനു വേണ്ടി അല്ലാതെ സഹായിക്കരുത്. ഒരാളോട് പണം നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങിയാലല്ലാതെ വിട്ടുവീഴ്ച ഉണ്ടാകരുത്. പണം കൊണ്ട് മനുഷ്യബന്ധത്തെ അളക്കുന്നു. അതാണ് പലിശയുടെ ഒന്നാമത്തെ തെറ്റ്. ഒരു വീട്ടിൽ പ്രകടമായി പലിശയുമായി ബന്ധപ്പെടുന്നത് അവർക്കൊരു പ്രശ്നമല്ല എന്നവർ വരുത്തി തീർത്താൽ അവർ പലിശ മാത്രമല്ല ഹലാലാക്കിയത്, അവർ അല്ലാഹുവിൻ്റെ ശിക്ഷ സ്വാഗതം ചെയ്യുകയാണ് അതുവഴി ചെയ്യുന്നത്. പലിശ മാത്രം എങ്ങനെ ഹറാമാകുമെന്നും, എങ്കിൽ കച്ചവടവും ഹറാമാകില്ലേ, അതിൽ ലാഭം ലഭിക്കുന്നുണ്ടല്ലോ എന്ന് ന്യായീകരിക്കുന്നവരുണ്ട്. എന്നാൽ അത് രണ്ടും രണ്ടാണെന്നും കച്ചവടം ഹലാലും പലിശ ഹറാമാണെന്നും അല്ലാഹു കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും, എന്നാൽ പലിശ എന്നത് ചതി മാത്രമാണ്. മറ്റൊരു വിഭാഗം ആളുകളാകട്ടെ പലിശയെ നിസ്സാരമാക്കുകയാണ്. എല്ലാ മേഖലയിലും പലിശ കൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറാണ്. ഖുർആനോ ഹദീസോ അവർക്ക് ആവശ്യമില്ല. അവർ വയ്ക്കുന്ന വീട് പലിശ, അവർ വാങ്ങുന്ന വാഹനം പലിശ, ഫോൺ പലിശ, പഠനം പലിശ, കല്യാണം പലിശ, നോമ്പ് തുറ വരെ പലിശയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്കുള്ള പണം ഉപയോഗിച്ച് വീട് പണിയാം, ബാക്കി പണം പിന്നീട് സംഘടിപ്പിച്ച് വീട് പൂർത്തിയാക്കാം. അല്ലാതെ പലിശയുമായി ബന്ധപ്പെട്ട വീട് നമുക്ക് വെക്കേണ്ട കേട്ടോ എന്ന് പറയുന്ന, ഹിജാബ് ധരിച്ച, തഹജ്ജുദ് നമസ്കരിക്കുന്ന, 5 വഖത്ത് കൃത്യമായി നമസ്കരിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്. ലോൺ എടുത്ത് പഠിക്കാനാണെങ്കിൽ എനിക്കതിന് താല്പര്യമില്ലെന്ന് പറയുന്ന മക്കളാണ് നമ്മുടെ മക്കളെങ്കിൽ അവർ സ്വഹാബികളുടെ മാതൃകയിലാണ്. ഒരു കാര്യം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാണെന്നറിഞ്ഞാൽ അത് ചെയ്യാനാണ് സ്വഹാബാക്കൾ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മളോ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് നാം ചെയ്യും, അള്ളാഹു നിരോധിച്ചതും ചെയ്യും. ഉദാഹരണമായി നമസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞു, അത് നാം ചെയ്യും. എന്നാൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാക്കി. പലിശ കൊടുക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശ എഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവനെല്ലാം നിഷിദ്ധമാണ് ചെയ്യുന്നത്. എന്നാൽ നാം അത് ചെയ്യും. പലിശയുടെ ഒരു അംശം എങ്ങാനും ഉള്ളിലെത്തിയാൽ മരിച്ചാൽ പോലും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളായ നമ്മൾക്ക് ഇന്ന് പലിശയൊക്കെ ഹലാലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീട് ലോണിലാണ്, വാഹനം ലോണിലാണ്, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേതിന് ഭാര്യയുടെ സ്വർണം പണയം വയ്ക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റോടുന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹോദര, താങ്കൾക്ക് ദിക്ർ വേണ്ടേ? അള്ളാഹു കാത്തിരിക്കുകയല്ലേ? താങ്കൾ അള്ളാഹുവിൻ്റെ നേർക്ക് കൈനീട്ടാൻ മടിക്കുന്നത് എന്താണ്? ആ സ്വഹാബി തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാനും എൻ്റെ കുടുംബവും 4 ദിവസമായി പട്ടിണിയിലാണ്. എൻ്റെ അയൽപക്കക്കാരൻ്റെ ഈത്തപ്പഴം കുലച്ചു നിൽക്കുകയാണ് നബിയെ. അതെൻ്റെ പറമ്പിലേക്കൊരു ചെറുകാറ്റടിച്ചാൽ വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന എൻ്റെ മക്കളെങ്ങാനും നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ആ ഈത്തപ്പഴമാണെങ്കിൽ എൻ്റെ മക്കളത് കഴിക്കും നബിയെ. അതുകൊണ്ട് എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലെത്തിച്ചേർന്നുകൊണ്ട് തൊഴിഞ്ഞു വീണ ഈത്തപ്പഴങ്ങൾ അയൽവാസിയുടെ പറമ്പിലേക്ക് തിരിച്ചു കൊടുക്കണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി മറുപടി പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ ഇത്രയ്ക്ക് സൂക്ഷ്മത പാലിക്കാൻ കാരണം? നമസ്കാരത്തിന് അല്ലാഹു വില കൽപ്പിക്കണമെങ്കിൽ ഉള്ളിൽ ഹറാമുണ്ടാകാൻ പാടില്ല. നാം ഇന്നു കഴിച്ച ഭക്ഷണത്തിൽ ഒരു പൊടി ഹറാമുണ്ടെങ്കിൽ വരുന്ന 40 ദിവസത്തിനിടയിൽ നാം മരിച്ചാൽ ഒരു മലക്ക് പോലും നമ്മെ തിരിഞ്ഞു നോക്കാനുണ്ടാകില്ല. കാരണം അള്ളാഹു വാനലോകത്ത് നിന്ന് വിളിച്ചു പറയും, ഹറാം തിന്നുകൊഴുത്ത ശരീരമാണത്, അള്ളാഹുവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പാടില്ല എന്ന്. നമ്മുടെ സമൂഹത്തിൽ പലർക്കും നമസ്കാരവും നോമ്പുമെല്ലാം ഉണ്ട്. പക്ഷേ കഴിക്കുന്ന ഭക്ഷണം ഹലാലോ ഹറാമാണോ എന്ന് ഇന്നുവരെ അവർ വേർതിരിച്ചു നോക്കിയിട്ടില്ല. എവിടെ നിന്നെങ്കിലും കിട്ടണം, കാര്യം നടക്കണമെന്ന ചിന്തയാണ് പലർക്കും. അതുകൊണ്ടാണല്ലോ കള്ളത്തരങ്ങൾ കൂടിയതും, അതുകൊണ്ടാണല്ലോ പാവപ്പെട്ടവൻ്റെ സമ്പത്തിനും അഭിമാനത്തിനും വിലയില്ലാതായത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ പണം സമ്പാദിച്ച് വീടുണ്ടാക്കാൻ തുടങ്ങിയാൽ ഏതെങ്കിലും ചതികൾ ആ വീടുമായി ബന്ധപ്പെട്ട ആ മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരും. കല്ലിലും മണലിലും മുതൽ എല്ലാത്തിലും വഞ്ചനയാണ്. പരസ്പര വിശ്വാസമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ ലോകം ലാഭമെന്ന ചെറിയ വാക്കിലേക്ക് ഒതുങ്ങി. ആ ലാഭം എവിടെ കിട്ടുന്നോ അവിടേക്ക് മനുഷ്യൻ ഓടാനും തുടങ്ങി. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ കാഴ്ച? ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കല്ലെറിയുകയാണ്. ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ കല്ലേറുകൊണ്ട്
ആ മനുഷ്യൻ്റെ രക്തം ഒരു പുഴയായി മാറുകയും ആ മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ പുഴയിലേക്ക് തന്നെ കല്ലേറുകൊണ്ട് ആ മനുഷ്യൻ വീഴുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയധികം ശിക്ഷ അനുഭവിക്കാൻ കാരണമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയുകയാണ്, അയാൾ പലിശയുമായി ബന്ധപ്പെട്ടതാണ് ഇത്രയധികം ശിക്ഷ അനുഭവിക്കാൻ കാരണമെന്ന്. ചിലർ പറയാറുണ്ട് നിർബന്ധാവസ്ഥയിലാണ് താൻ പലിശയുമായി ബന്ധപ്പെട്ടതെന്ന്. എന്നാൽ സഹോദരങ്ങളെ, നിർബന്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വഴിയും അന്വേഷിച്ച് ആ വഴിയിലും നടക്കാതെ പലിശയ്ക്ക് വാങ്ങൽ നിർബന്ധമാവുകയും എന്നാൽ ലോകത്തൊരു വഴിയും തെളിയാത്ത അവസ്ഥയാണ് നിർബന്ധാവസ്ഥ എന്ന് പറയുന്നത്. അതാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അല്ല. അത്ഭുതമായിട്ടുള്ള കാര്യം എന്താണെന്നറിയുമോ? പലിശയ്ക്ക് വണ്ടി വാങ്ങുക, എന്നിട്ട് ആ വണ്ടിയിൽ ഖുർആൻ പഠന ക്ലാസ്സിന് പോവുക, പലിശയ്ക്ക് വീട് വാങ്ങുക, എന്നിട്ട് ആ വീട്ടിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാരോട് വിളിച്ചു ചോദിക്കുകയാണ് തഹജ്ജുദിൻ്റെ യഥാർത്ഥ സമയം എപ്പോഴാണ് എന്ന്. പലിശ കൊണ്ട് മക്കളെ വളർത്തിയിട്ട് ആ മക്കളോട് പറയുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് പലിശയുടെ ഒരു ഭാഗം നമ്മുടെ സമ്പത്തിൽ കൊണ്ടുവരിക എന്നത് ഒരു മനുഷ്യൻ 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് എന്ന്. ഈ ഒരവസ്ഥയെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ട് ഈ സമൂഹത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ അവരവർ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് പലിശയിൽ നിന്ന് നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട്. ആ ഒരു നേരായ മാർഗത്തിൽ തന്നെ അടിയുറച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ നാഥൻ എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് അല്ലാഹു സമ്പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.